മുഖ്യമന്ത്രി കസേരയിൽ ആര് എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരമായിട്ടില്ല എന്നതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ആര് ആണ് എന്ന ചോദ്യത്തിന് CPM-നും ഒരു ഉത്തരമില്ല. എന്തിനേറെ പറയുന്നു, ഇന്നലെ മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനൊക്കെ ഡൽഹിയിലെത്തിയപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു എന്താണ് ഈ തോൽവിക്ക് കാരണം, അതായത് അത്ര വലിയ രീതിയിലുള്ള ഒരു തോറ്റമ്പിപ്പോയല്ലോ, അപ്പോൾ എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ MV ഗോവിന്ദൻ്റെ പ്രതികരണം പിന്നീട് പറയാം എന്നുള്ളതാണ്. ഇനി എത്ര നാളെടുക്കും ഇതിന്റെ തോൽവി പഠിച്ച് റിസൾട്ടുമായി വരാൻ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പിണറായിക്ക് മറുപടിയുമില്ല. ഇല്ല, പക്ഷെ MA ബേബി സമ്മതിച്ചു പരാജയം വലിയ പരാജയം തന്നെയാണ് എന്ന് ഒരു വാക്ക് ഇന്നലെ MA ബേബി പറഞ്ഞു വെച്ചു. അത് അദ്ദേഹം സമ്മതിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ തുടരുകയാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട് അതുപോലെ തന്നെ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ പാർട്ടിയുടെ അവസ്ഥയാണ് ചർച്ച ചെയ്തത്. ഇപ്പോൾ ഇന്ന് കേരള പൊളിറ്റിക്സ് ചർച്ച ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ പ്രധാനമായും നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള ചോദ്യം ചർച്ചയാണ് നടക്കുന്നത്. എന്തായാലും നമുക്ക് ഡൽഹിയിൽ നിന്ന് ദിലീപ് കുറ്റിച്ചൽ കൂടുതൽ വിവരങ്ങൾ നൽകും. ദിലീപ്, ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നുണ്ട്, കൊണ്ടുപിടിച്ച ചർച്ചകളാണ്. ഇന്ന് ഈ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകുമോ? രാഖി, നിലവിലെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നതിലെ അന്തിമ തീരുമാനം ഇന്ന് ലഭ്യമാകില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം CPM-ൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബിയോട് ചോദിച്ച സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് അതിനെപ്പറ്റിയുള്ള സാധ്യത, അതായത് ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ചർച്ച ചെയ്യുമോ ഇല്ലയോ എന്ന് പറഞ്ഞില്ല, സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം മാധ്യമപ്രവർത്തകർ ചോദിച്ചായിരുന്നു ഇന്ന് അറിയാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹം അപ്പോഴും ഒന്നും പ്രതികരിക്കാതെയാണ് അദ്ദേഹം കാറിൽ കയറി മടങ്ങിയത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ന് എന്തായാലും പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നതിന് അന്തിമ തീരുമാനം ലഭ്യമാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആരാകും എന്നതുപോലെയാണ് പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നതിന് വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസമാണ് പോളിറ്റ് ബ്യൂറോ യോഗം ആരംഭിച്ചത്, ഇന്ന് അവസാനിക്കും. 2 ദിവസമാണ് പോളിറ്റ് ബ്യൂറോ യോഗം നടക്കുന്നത്. അതിൽ പ്രധാനമായും ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് ഒന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. പശ്ചിമ ബംഗാൾ, ആസാം, കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നടന്ന സംസ്ഥാനങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്തത്. അതിൽ സ്വാഭാവികമായിട്ടും TVK, അതായത് DMK-യോടൊപ്പം നിന്ന TVK CPM-ൻ്റെ ഭാഗമായി DMK-യുടെ ഭാഗമായിരുന്നു, CPM-ൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം TVK-ക്ക് സപ്പോർട്ട് കൊടുത്തു. അത് സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കും, അതോ ഈ പ്രതികൂലമായി CPI-ക്ക് രാഷ്ട്രീയ സാഹചര്യം പ്രതികൂലമാകുമോ അനുകൂലമാകുമോ എന്നടക്കമുള്ള കാര്യമാണ് ഇന്നലെ ചർച്ച ചെയ്തത്. അതേസമയം കേരളത്തിലെ ഈ ഒരു പരാജയം, അതായത് 99 സീറ്റിൽ നിന്ന് 35 സീറ്റിലേക്ക് എത്തിയത് അത് വലിയ പരാജയമാണോ എന്ന ചോദ്യത്തിന് MA മറുപടി നൽകിയത് അതിനെന്താ സംശയമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് മറുചോദ്യം ചോദിച്ചത്. വളരെ വ്യക്തമായി തന്നെ അതിനുള്ള ഉത്തരം അദ്ദേഹം നൽകി കഴിഞ്ഞു. എന്നാൽ ഗോവിന്ദ മാസ്റ്ററോ അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോ ഇതിൽ യാതൊരു ഉത്തരവും നൽകിയില്ല. ഇന്നലെയും മൗനമായിരുന്നു. ഇന്നലെ ഡൽഹി ഹൗസിൽ നിന്നും അദ്ദേഹം പുറത്തിറങ്ങിയ സമയത്തും യാതൊരുവിധ പ്രതികരണത്തിന് തയ്യാറായില്ല. എന്നാൽ MV ഗോവിന്ദ മാഷ് ആവട്ടെ എല്ലാം PB യോഗത്തിന് ശേഷം പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും ഇതിൻ്റെ കാരണം എന്താണെന്ന് അവർ വ്യക്തമാക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ, അതായത് പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ശൈലി, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം എന്നതിലൊക്കെ മാറ്റം വേണമെന്ന് ചില നേതാക്കൾ അറിയിച്ചത്, അല്ലെങ്കിൽ നേതാക്കൾ ഖേദം രേഖപ്പെടുത്തിയതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും പ്രതിപക്ഷ നേതാവിനെ പറ്റിയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ പോലെ ഇങ്ങനെ ഗണ്യമായി തുടരുകയാണ്. രാഖി, വിനോദ്.